പി ബ്ലോ അടുത്തതായിട്ട് നമുക്ക് പി ബ്ലോക്കിൽ എങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ നോക്കാം. അത് നമുക്ക് അറിയാവുന്നതാണ്. പീരിയോഡിക് ടേബിളില് എസ് ബ്ലോക്ക് വരുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എലമെന്റ്സ്, സെക്കൻഡ് ഗ്രൂപ്പ് ആണ്. പി ബ്ലോക്ക് വരുന്നത് 13 to 18 ആണ് അല്ലെ. ആൻഡ് 3 to 12 വരുന്നത് ഡി ബ്ലോക്ക് ആണ് വരിക. എഫ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പി ബ്ലോക്ക് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. പി ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. ബോറോൺ 5. ഓക്കെ, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p1 സെക്കൻഡ് ഷെല്ലിൽ വരുന്ന 2p1 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടും. അതിന്റെ കൂടെ 10 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ ഗ്രൂപ്പ് നമ്പർ കിട്ടും. അപ്പൊ ഇവിടെ നമ്മള് ഈ രണ്ട് സെക്കൻഡ് ഷെല്ലിനകത്ത് വരുന്ന രണ്ട് സബ്ഷെല്ലിന്റെ ഇലക്ട്രോൺസ് നമ്മൾ ആഡ് ചെയ്യുക 2 + 1, അതിന്റെ കൂടെ 10 ആഡ് ചെയ്യുക 13. അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ ആയിട്ട് വരുന്നത്. സിലിക്കൺ 14 ആണ്. അതിന്റെ ലാസ്റ്റ് ഷെല്ല് വരുന്നത് 3s2 3p2 2 and 2 4 ആണ്. സോ 14th ഗ്രൂപ്പ് ആണ്. ആൻഡ് 7 നൈട്രജൻ 2s2 2p3 2 and 3 5 ഗ്രൂപ്പ് നമ്പർ 50. ഓക്സിജൻ 2s2 2p4 6 ആണ് ഗ്രൂപ്പ് നമ്പർ 60. ക്ലോറിൻ വരുന്നത് 3s2 3p5 ആണ്. അപ്പൊ നമുക്ക് അവിടെ 70. ആൻഡ് നോബൽ ഗ്യാസസ് വരുന്നത് 3s2 3p6 8 ആണ്. 10 ആഡ് ചെയ്ത് പറയാം. അപ്പൊ നമ്മുടെ എസ് ബ്ലോക്കിൽ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇലക്ട്രോണിന്റെ നമ്പർ മാത്രം എഴുതിയാൽ മതി. പക്ഷെ പി ബ്ലോക്കിലോട്ട് വരുമ്പോൾ ലാസ്റ്റ് ഏത് നമ്പർ ഓഫ് ഷെൽസ് ആണ് വരുന്നത് അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് 10 ആഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഡി ബ്ലോക്ക് ആണ് നിങ്ങൾ ആഡ് ചെയ്യുന്നെങ്കിൽ ലാസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്ത് വേണ്ട, 10 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് സ്കാൻഡിയത്തിൻ്റെത് ഓൾറെഡി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കുറെ തവണ പഠിച്ചതാണ്. ഒന്നുകൂടെ നോക്കാം. സ്കാൻഡിയം 21 എങ്ങനെ എഴുതും? 1s2 2s2 2p6 3s2 3p6 18 and 4 3d. എത്ര ആയിട്ടുണ്ട് ഇവിടെ? 10 18 4s2 3d1. ഓക്കെ, 4s2 3d1. അപ്പൊ ഇവിടെ നമുക്ക് വരിക ഡി ആണ്. ഇതിന്റെയും ലാസ്റ്റ് ഇലക്ട്രോൺസ് നമ്മൾ ആഡ് ചെയ്യാം. പക്ഷെ പ്രത്യേകിച്ച് 10 ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ആൻഡ് ക്രോമിയം 24 ആണ്. സോ 1s2 2s2 2p6 3s2 3p6 4s2 3d 20 ആയിട്ടുണ്ട്. 4 ഈ 4ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്യാം. നമ്മൾ ഇതിനൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. 4s1 3d 5 എന്നാണ് എഴുതുക. അത് സ്റ്റെബിലിറ്റി ബേസ് ചെയ്തിട്ട് ഓൾറെഡി പഠിച്ചതാണ്. അങ്ങനെയാണ് 5 + 1 6 എന്ന് ഇവിടെ കിട്ടാം. ഓക്കെ, നെക്സ്റ്റ് അയന്റെ കേസ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് 26. 1s2 2s2 2p6 3s2 3p6 4s2 3d എത്രയായി? 20 26. 6ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8. ഓക്കെ അല്ലേ? ആൻഡ് കോപ്പറിന് നമ്മൾ ഈ കേസിൽ പഠിച്ചതാണ്. 1s2 2s2 2p6 3s2 3p6 4s1 3d 10. അപ്പൊ 10ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ അത് എത്ര വരും? 11. ഓക്കെ, ആൻഡ് ഇതുപോലെ സിംഗിൾ നിങ്ങൾ അങ്ങ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലുകൾ നമ്പർ തമ്മിൽ കൂട്ടുക. പി ബ്ലോക്കിലോട്ട് വരാണെങ്കിൽ 10 ആഡ് ചെയ്യുക. എസ് ബ്ലോക്കിൽ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഇലക്ട്രോണിന്റെ നമ്പർ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി ഓരോ പീരിയോഡിക് ടേബിളിന്റെയും നമ്മുടെ കുറച്ച് ട്രെൻഡ്സ് ഉണ്ട്. അതായത് എന്താണ് അയനൈസേഷൻ എൻതാൽപ്പി എന്നുള്ളത് അത് നമുക്ക് നോക്കാം. അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിന് വേണ്ട മിനിമം എനർജി അതിന്റെ ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട മിനിമം എനർജിക്ക് പറയുന്ന പേരാണ് അയനൈസേഷൻ എനർജി. നമുക്കറിയാം ഗ്രൂപ്പിന്റെ താഴോട്ട് വരുന്ന അനുസരിച്ച് നമ്പർ ഓഫ് ഷെൽസ് എന്ത് ചെയ്യുന്ന കാണാൻ പറ്റും? ഇൻക്രീസ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഷെൽ ഓൺ മൂവിങ് ഡൗൺ എ ഗ്രൂപ്പ് ഇൻക്രീസസ്. ഓക്കെ, ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഡിക്രീസ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഡിക്രീസ് ആണ് ചെയ്യുന്നത്.
അപ്പൊ നമുക്ക് ന്യൂക്ലിയർ താഴോട്ട് വരുന്നതിനനുസരിച്ച് അതിന്റെ അയണൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്ത് വരും, ഡിക്രീസ് ചെയ്ത് വരും. കൂടുതൽ എനർജി അവിടെ കൊടുക്കേണ്ട ആവശ്യം